കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിരശല്യത്തിന് എപ്പോഴാണ് മരുന്ന് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു 10 മാസം 11 മാസമൊക്കെ അല്ലെങ്കിൽ ഒരു വയസ്സ് അടുപ്പിച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ ചില കുട്ടികൾ അത് എപ്പോഴാണ് കൂടുതൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കണം, എത്ര തവണ കൊടുക്കണം, അല്ലെങ്കിൽ എത്ര മാസത്തിലൊരിക്കൽ കൊടുക്കണം, അതും പറയാവുന്നത് കൂടുതൽ ഈ കുട്ടികൾക്ക് തറയിൽ നിന്ന് കൂടുതൽ കളിക്കുന്ന കുട്ടികളും എന്തെങ്കിലും എടുത്ത് വാക്കകത്ത് എപ്പോഴും വെക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ 3 മാസത്തിലൊരിക്കൽ വേണമെങ്കിൽ വിരശല്യത്തിന് മരുന്ന് കൊടുക്കാവുന്നതാണ്. പിന്നെ അല്ലാതെ ഈ വളരെ അങ്ങനെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് വലിയ ഈ രീതിയിലൊന്നും അങ്ങനെ ഒരു സ്വഭാവമൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് 6 മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി അതാണ്. പിന്നെ വേറൊരു സംശയം ചോദിക്കുന്നത്, ഇത് ഈ വിരയുടെ മരുന്നുകൾ ഈ മഴക്കാലത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പോൾ മഴക്കാലത്ത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പിന്നെ അത് വളരെയധികം സംശയങ്ങളും വളരെയധികം റിസർവേഷൻസ് ഉള്ള കാര്യമാണ്. കാരണം പല പഴമയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് ഇതൊരിക്കലും മഴക്കാലത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് ഒരു ചെറിയ ശാസ്ത്രീയ അടിത്തറ ഉണ്ട്. കാരണം മുമ്പൊക്കെ ഉള്ള മരുന്ന് എന്താണ്? ഇംഗ്ലീഷ് മെഡിസിൻ അല്ല, ആയുർവേദ മരുന്നുകളാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വയറിളകുന്ന മരുന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അന്ന് വയറിളക്കുമ്പോൾ, ശക്തമായി വയറിളകിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇളക്കം ഉണ്ടാകുമ്പോൾ വിര അതിൻ്റെ കൂടെ പുറത്തു പോകും. അങ്ങനെയുള്ള മരുന്നുകളാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ മോഡേൺ മെഡിസിനിലുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ എന്താണെന്ന് വെച്ചാൽ അത് ഈ കുടലിനകത്ത് ചെന്ന് ഈ വിരയെ നശിപ്പിക്കുന്നു. അങ്ങനെ ഈ വിര നശിപ്പിച്ച അതിനെ കൊന്നിട്ട് ഈ വിര അതിൻ്റെ ജീവൻ പോയിട്ട് അതിങ്ങനെ മലത്തിലൂടെ പുറത്തു പോകുന്നു. അപ്പോൾ ഇതാണ് തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം ഈ വിരയുടെ മരുന്നിൻ്റെ കാര്യത്തിൽ. മുമ്പ് വയറിളക്കിക്കൊണ്ടുള്ള വിരയെ ചീറ്റി പുറത്ത് വായിക്കുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, വിരയെ കൊന്നുകൊണ്ട് അതിനെ പുറത്താക്കുന്നു. അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മരുന്നിൻ്റെ കൊടുക്കുന്നതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പണ്ട് വയറിളക്കം ഉള്ള സമയത്ത് വയറിളക്കാനുള്ള മരുന്ന് കഴിക്കാൻ മഴക്കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, മഴക്കാലത്ത് വയറിളക്കം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് വീട്ടിൽ ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടായിരിക്കാം പണ്ട് ഈ മഴക്കാലത്ത് കൊടുക്കരുതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ വീട്ടിൽ മിക്കവാറും ടോയ്ലറ്റ്സ് ഉണ്ട്. അത് വയറിളക്കിയിട്ടല്ല. കാരണം പിറ്റേ ദിവസം സാധാരണഗതിയിൽ തന്നെ മലം പോവും. അതുകൊണ്ട് ഈ മരുന്നുകൾ ഈ സമയത്ത് തന്നെ കൊടുക്കാം. ഏത് സമയത്തും കൊടുക്കാവുന്ന, 3 മാസത്തിലൊരിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തിലൊരിക്കോ ഒക്കെ കൊടുക്കാവുന്നത്. എന്തായാലും ഒരു 3-4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് വരെ 6 മാസത്തിലൊരിക്കൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ നമ്മൾ കൂടുതലും ഈ പുറത്തുള്ള ആഹാരം പാഴ്സൽ വാങ്ങുന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും അത് കൊടുക്കുന്നതുകൊണ്ട്, ഇപ്പോൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഇതൊക്കെയാണല്ലോ ഇപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്നത്, ഫ്രൈഡ് റൈസ് ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ പാഴ്സലിലൂടെ ഈ വിരയുടെ അംശം വന്നേക്കാം, അല്ലെ വിരയുടെ മുട്ടകൾ വന്നേക്കാം. കാരണം പലരും അത്ര ഹൈജീനിക്കായിട്ടല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. Because life is full of color. Cera Bathware, designed for life. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, വസ്ത്രങ്ങൾ ശോഭയിൽ നിന്ന് മാത്രം. സൗന്ദര്യത്തിന്റെ സമ്പൂർണ്ണ ഭാവം. ശോഭ ടെക്സ്റ്റൈൽസ്, തലശ്ശേരി. തുണിക്കു വേണോ ബലം? സ്റ്റിഫ് ആൻഡ് ഷൈനിന്റെ പുതുയുഗമായി സ്റ്റിഫ് ആൻഡ് ഷൈൻ. വെള്ളത്തിൽ ചേർത്തി കഴുകിയ തുണികൾ മുക്കിയുണക്കൂ. സ്റ്റിഫ് ആൻഡ് ഷൈനിന്റെ മാജിക് കാണൂ. കോട്ടനോ ടെറിക്കോട്ടനോ വസ്ത്രത്തിനോ ബലം, നിറത്തിനോ തിളക്കം, പുതുയുഗത്തിന് സ്റ്റിഫ് ആൻഡ് ഷൈൻ. നിങ്ങളുടെ ടോയ്ലറ്റ് ഓരോ തവണ ഉപയോഗിച്ച ശേഷം വൃത്തിയായിരിക്കാറുണ്ടോ? ഇവരുള്ളപ്പോഴോ? അത് പുതിയ ഹാർബിക് ഫ്രഷ്മാറ്റിക്. ഒരിക്കൽ ഒന്നിട്ടാൽ ഓരോ ഫ്രഷിനോടൊപ്പം വൃത്തി ഓട്ടോമാറ്റിക്. ആഹാ, ഇതെങ്ങനെ? ഹാർബിക് ഫ്രഷ്മാറ്റിക്, വൃത്തി ഓട്ടോമാറ്റിക്.
നാസർ കുടുംബവിശേഷങ്ങൾ പങ്കുവെക്കുന്നു കുടുംബം.com-ൽ. കഴിഞ്ഞ കുടുംബം.com നമ്മൾ മുരളീകൃഷ്ണ സാറിനോടൊപ്പമായിരുന്നു. ഇന്നും സാറിൻ്റെ വിശേഷങ്ങളുടെ ബാക്കി നമുക്ക് നിറയെ കേൾക്കാനുണ്ട്. സാറിൻ്റെ കൊച്ചുമക്കളും ഭാര്യയൊക്കെ ആയിട്ട് ഒരുപാട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നലെ ആൻറ്റിക്ക് നിറയെ പാട്ട് പാടി തന്നു. ഇന്ന് നമുക്ക് ഒരു പാട്ടിയും തുടങ്ങിയാലോ? എങ്ങനെയുണ്ട്? ഒരു പാട്ട് പാടൂ. എളുപ്പം 3 പേരും കൂടി പാട്ട് പാടൂ. നിരവധി കേസുകളിൽ ഒരു തുമ്പും കിട്ടാത്ത കേസുകളിൽ ഫിംഗർ പ്രിന്റ് വഴി തുമ്പുണ്ടാക്കിയെടുക്കുകയും സാറ് തന്നെ അതിനൊരു ഫോമുല കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സാർ ശരിക്കും ഫിംഗർ പ്രിന്റ് വഴിയുള്ള കേസ് തെളിയിക്കുക? മനുഷ്യൻ കണ്ടുപിടിച്ച പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഫിംഗർ പ്രിൻറ്റ്സ്. നമ്മുടെ കയ്യിൽ അടയാളങ്ങളുണ്ട്. നമ്മൾ തൊടുന്നിടത്തൊക്കെ ഈ അടയാളം പതിയും. പണ്ട് മനുഷ്യന് ഒരു വരം കിട്ടിയ കഥ കിങ് മിഡാസിൻ്റെ ചരിത്രത്തിൽ തൊടുന്നതൊക്കെ സ്വർണ്ണമാകും. അങ്ങനെ കഥയുണ്ട്. കിങ് മിഡാസ് അവസാനം മകളെ പിടിച്ചു, മകളിൽ സ്വർണ്ണമായി എന്ന് പറഞ്ഞ് രസകരമായൊരു കഥയുണ്ട്. ഇതുപോലെ മനുഷ്യന് കിട്ടിയൊരു വരവാണ് നമ്മൾ തൊടുന്നിടത്തൊക്കെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അടയാളം. നമ്മൾ ആരാണ് തൊട്ടതെന്ന് അറിയാവുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിൻറ്റ് നോക്കിയിട്ട് നമുക്ക് ആരാണ് സ്പർശിച്ചതെന്ന് മനസ്സിലാക്കാം. അനേകം കേസുകൾ, മോഷണം, കൊലപാതകം തുടങ്ങിയ പല പല ഭാഗങ്ങളിൽ നിന്ന് ഫിംഗർ പ്രിൻറ്റുകൾ കണ്ടെടുക്കാൻ കഴിയും. നമ്മുടെ കണ്ടുകൊണ്ട് കാണാത്ത ഫിംഗർ പ്രിൻറ്റുകളെ തെളിച്ചെടുക്കാൻ ഇന്ന് ഒരുപാട് ഉപാധികളുണ്ട്. ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ച് തന്നെ എൻ്റെ ഒരു പുസ്തകം മലയാളത്തിൽ ഉണ്ട്. അത് ഏക പുസ്തകം അതാണ്, മലയാളത്തിലുള്ള ഫിംഗർ പ്രിൻറ്റ്സിനെ കുറിച്ച്. എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റ് പരിശോധിക്കുന്നത്, എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റ് കണ്ടെടുക്കേണ്ടത്, എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റിൽ നിന്ന് ആളുകളെ കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കേസുകളിൽ ഫിംഗർ പ്രിൻറ്റ്. ഇവിടെ നമുക്ക് കേരളത്തിൽ ഒരു പ്രത്യേക ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ തന്നെയുണ്ട്. അവിടെ ധാരാളം സ്റ്റാഫുകളും പരിശീലനം സിദ്ധിച്ച ആളുകളുമുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോസ് ഉണ്ട്. അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അപ്പോൾ തന്നെ 1-2 സെക്കൻഡിനകം വെച്ച് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാവുന്ന ആധുനിക കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വരെ ഇന്നുണ്ട്. അത് ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പഠിച്ച ഒരു വിഷയമാണ് DNA ഫിംഗർ പ്രിൻറ്റ്സ് എന്ന് പറയും. അത് നമ്മുടെ ഒരു ചെറിയ ഒരു കോശത്തിൽ നിന്ന് പോലും വ്യക്തിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം. അത് കണ്ടുപിടിച്ച ആളുടെ കൂടെ തന്നെ പോയി പഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് നമ്മളിപ്പോൾ കുറേയേറെ കേസുകളിൽ നിന്ന് DNA ഫിംഗർ പ്രിൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു സെല്ലിൽ നിന്ന് പോലും ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും ആധുനികമായ ശാസ്ത്രീയ സംവിധാനമാണ് DNA ഫിംഗർ പ്രിൻറ്റ്സ്. ഇതാണ് ഫിംഗർ പ്രിൻറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഫിംഗർ പ്രിൻറ്റ് കഴിഞ്ഞൊരു 200 വർഷമായിട്ട് ലോകത്തെല്ലായിടത്തും വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഉപാധിയായി, ശാസ്ത്രീയ ഉപാധിയായി ഇരിക്കുകയാണ്. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിക്കാത്ത പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻറ്റും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാ പാസ്പോർട്ടിലായാലും ശരി, നമ്മുടെ ഇപ്പോൾ റേഷൻ കാർഡിൽ വരെ ഫിംഗർ പ്രിൻറ്റ് വേണം എന്ന്, ഫോട്ടോഗ്രാഫർ ഫിംഗർ പ്രിൻറ്റ് വേണം എന്നുള്ള നിയമം വരികയാണ്. മാഡം, ഒരുപാട് വിവാദങ്ങളായ കേസുകൾ അന്വേഷണത്തിനായി സാർ പോകുമ്പോൾ മാഡത്തിൻ്റെ ആ ഒരു ടെൻഷൻ എങ്ങനെയായിരുന്നു? 2 പെൺകുട്ടികളെയും വീട്ടിലിരുത്തി മാഡം മക്കളെ അടുത്തിരുത്തി ഇരിക്കുകയാണ്. അതിനെപ്പറ്റി പറയും മാഡം. ശരിക്കും കേസൊന്നും എന്നെ ശരിക്കും ബാധിച്ചിട്ടില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഇപ്പം നമ്മുടെ പ്രവൃത്തിയുടെ ഫലം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് തന്നെ ആയിരിക്കും തിരിച്ച് കിട്ടുക എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് എനിക്കങ്ങനെ ഭയമൊന്നും തോന്നിയിട്ടില്ല കേസിന് പോയെന്ന്. ആ സമയത്ത് കൂടുതലും മക്കളുടെ പഠിത്തത്തിലായിരുന്നു ശ്രദ്ധ. അവരെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സപ്പോർട്ട് ചെയ്യാൻ പഠിത്ത കാര്യത്തിൽ. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം അവരുടെ പഠിത്തത്തിന് കുഴപ്പമൊന്നും വരാതിരിക്കത്തക്കോണം, അതായത് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതിരിക്കുക, ആ കാര്യം മാത്രമേ ചെയ്യാം. സാർ, ഞാൻ സാറിനെ മനസ്സിലാക്കിയെടുത്തോളം ഒരിക്കലും സാറ് പ്രമാദമായ ഒരു കേസും വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയല്ലേ സാർ? അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ഓഫീസ് കാര്യങ്ങൾ ഓഫീസിലും വീട്ടുകാര്യങ്ങൾ വീട്ടിലും ഒതുക്കി നിർത്തുന്ന ഒരാളാണ്. ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട ഒരാളുടെ കഴിയുന്നതും വീട്ടിൽ പോലും വരാൻ പോലും ഞാൻ അനുവദിക്കാറില്ലായിരുന്നു. ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കഴിയുന്നത്ര ഓഫീസിൽ തന്നെ ഒതുക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഭാര്യയായിട്ട് ഒരിക്കലും ഞാൻ കേസിനെ കുറിച്ച് സംസാരിച്ചില്ല. എനിക്ക് ധാരാളം ഭീഷണികളുണ്ടായിരുന്നു, സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു, പ്രലോഭനങ്ങൾ കൊണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ എനിക്ക് മാത്രമുള്ളതല്ല, എന്നെപ്പോലൊരു ഒരു സ്ഥാനത്തിരിക്കുന്ന ആർക്കും
ഇതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. കാരണം പലപ്പോഴും വളരെ നിർണായകമായി തീരുന്ന ചില തീരുമാനങ്ങളും ചില നിഗമനങ്ങളും നമ്മൾ എടുക്കേണ്ടി വരുമ്പോൾ രാഷ്ട്രീയമായ സമ്മർദ്ദം ഉണ്ടായ സംഭവങ്ങളുണ്ട്, സാമ്പത്തികമായ സമ്മർദ്ദം വന്ന സംഭവങ്ങളുണ്ട്, പല വിധത്തിലുള്ള സമ്മർദ്ദം. ഇതൊന്നും ഞാൻ ആരോടും ഡിസ്കസ് ചെയ്യാതെ കഴിയുന്നത് മനസ്സിൽ തന്നെ ഒതുക്കി എൻ്റെ ഭീതിയോ എൻ്റെ ആകാംക്ഷയോ എൻ്റെ ഉത്കണ്ഠയോ ഒന്നും ഞാൻ വീട്ടിൽ വന്ന് പങ്കുവച്ചില്ല. അതുകൊണ്ട് ഇവർക്ക് ആർക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പേടിയെക്കുറിച്ച് ഞാൻ സ്വയം അനുഭവിച്ചു തീർത്ത പേടികളെ പലപ്പോഴും കേസിന് പോകുമ്പോൾ കോടതിയിൽ പോകുമ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ പ്രതികളുണ്ട്. ഇറങ്ങിയിട്ട് കണ്ടോളാം, ജയിലിൽ വെച്ചൊരുക്കി കണ്ട പോലത്തെ പറഞ്ഞു. ഇനി എനിക്ക് കുറച്ച് കാലം കൂടെ ഉള്ളൂ, ഇനി 2-3 വർഷം കൂടെ ഉള്ളൂ, ഞാൻ ഇറങ്ങി വരുന്നുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും എനിക്ക് മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നെപ്പോലെ ഈ ജോലിയിലിരിക്കുന്ന ഏവർക്കും അഭിമുഖീകരിക്കേണ്ട ഒരു ചില പ്രലോഭനങ്ങളാണ്. ചിലരത് പറഞ്ഞ് നടന്ന് അത് വലിയ ഇഷ്യൂ ആക്കും. നമ്മുടെ ഇതൊക്കെ കുറേ ആദ്യകാലത്ത് ഇന്നത്തെ പോലെ വാഹനങ്ങളും സൗകര്യങ്ങളും ഒന്നും ഇല്ലായിരുന്ന കാലത്ത് ആഴ്ചകളോളം ദൂരെ പോയി കേസന്വേഷണത്തിൽ നിൽക്കേണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂർ, ചന്തേര, മഞ്ചേശ്വരം ഈ സ്ഥലത്തൊക്കെ പോയിട്ടെന്ന് തീവണ്ടി മാത്രമാണ് അന്ന് കാറിലൊന്നും ഇത്രയും ദൂരമൊന്നും കാറിൽ പോകാനൊക്കാത്ത തീവണ്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് ആഴ്ചകളോളം അവിടെ തനിച്ച് നിന്ന് കേസ് അന്വേഷിക്കേണ്ട അവസരങ്ങളുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള ഭീഷണികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെയൊക്കെ അതിജീവിക്കാൻ നേരത്തെ പറയുമ്പോൾ നമുക്കൊരു മോറൽ കറേജ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന സത്യം മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നോടൊരിക്കൽ ഒരു മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്, താൻ വലിയ ഹരിചന്ദ്രനാണോ എന്ന്. ഞാൻ പറഞ്ഞു, ഹരിചന്ദ്രനെ ഞാൻ കഥകളിലേ കണ്ടിട്ടുള്ളൂ, ജീവിതത്തിൽ ഞാൻ അന്ന് വരെ ഹരിചന്ദ്രനെ കണ്ടിട്ടില്ല, എങ്കിലും അധികം കള്ളമൊന്നും ചെയ്യാതെ കടന്നു പോയി കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം പോലും ഞാൻ ഈ ഇൻസിഡൻ്റായിട്ട് ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതൊരു വല്ലാത്ത ഒരു ശക്തിയാണ് നമുക്ക് തരുന്നത്. സത്യത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ശാസ്ത്രത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, സ്വന്തം മനസ്സാക്ഷിയുള്ള. അപ്പോൾ അതിന് അങ്ങനെ ഒരു ബലം വരുമ്പോൾ നമുക്ക് ഏത് ഭീതിയെയും ഏത് സമ്മർദ്ദത്തെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. പിന്നെ മരണഭയം, ഞാൻ മരണത്തെക്കുറിച്ച് ഗവേഷണം ചെയ്ത ആളാണ്. മരണത്തെക്കുറിച്ചും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചും പഠിക്കുകയും പുസ്തകം എഴുതുകയും ചെയ്ത ആളാണ്. പിന്നെ ഞാൻ എന്തിനാ മരണഭയം കൊണ്ട് കിടക്കുന്ന ആരെങ്കിലും എന്നെ ഒന്ന് പേടിപ്പിച്ചാൽ എനിക്ക് ഭയം തോന്നേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം മരണം എല്ലാവരും ഒരിക്കൽ സഹയാത്രികനാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മരിക്കണം. നല്ല അനുഭവത്തോടു കൂടി മരിക്കുകയാണെങ്കിൽ നല്ലത്, ചീത്തയായിട്ടൊരിക്കലും മരിക്കരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ ഒരു ഉദ്യോഗത്തിൻ്റെ ഭാഗമാണ്. സർ, മുരളീകൃഷ്ണൻ എന്ന വ്യക്തി എന്നാണ് ക്രിമിനോളജിയെയും പാരാസൈക്കോളജിയൊക്കെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്? വളരെ ചെറുപ്പത്തിലേ ഞാൻ ചിന്തിച്ചു തുടങ്ങി. എൻ്റെ അച്ഛൻ ആണ് എന്നെ സംസ്കൃതത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്നത്. അദ്ദേഹം ഒരു ഒരു കുറേയേറെ ഈശ്വരഭക്തിയുള്ള വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ ആ വഴിയിലേക്ക് തിരിച്ചു നടത്താൻ സഹായിക്കും. ഞാൻ ശാസ്ത്രം പഠിക്കാൻ പോയപ്പോഴും എന്നെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ വഴി തെളിച്ചു തന്നത്, അദ്ദേഹം വലിയ പണ്ഡിതനൊന്നും ആയിരുന്നില്ല, എങ്കിലും വഴി തെളിച്ചു തന്നത് എൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിലേ തന്നെ എൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു. ഞാൻ വായിക്കുക എന്ന് പറയുന്ന എഴുത്തിൻ്റെ ഒരു താല്പര്യം കൂടെ മനസ്സിലുണ്ടായപ്പോൾ വായന അതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇന്നും വളരെ കൂടുതൽ സമയം വായിക്കാൻ ചിലവഴിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുതുന്നതിനേക്കാൾ കൂടുതൽ സമയം വായനയ്ക്ക് ചിലവാക്കുന്ന ഒരാളാണ്. ഒരു കാലത്ത് 18 മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്തിരുന്ന സമയം ഉണ്ടായിരുന്നു. ഞാൻ ഔദ്യോഗികമായ ജോലിക്കിടയിലാണ് ഈ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ വായനയിലൂടെയാണ് ശരിക്ക് ഈ നമ്മുടെ ഈ ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും ഈ ചോദിച്ച മരണത്തെക്കുറിച്ചും മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ, ആത്മാവിനെക്കുറിച്ചും പ്രേതത്തെക്കുറിച്ചും പഠിക്കാനും ചിന്തിക്കാനും വിശകലനം ചെയ്യാനും തുടങ്ങി. പിന്നെ ഈ എൻ്റെ പഠനത്തിനിടയിൽ അവസരം കിട്ടിയപ്പോഴാണ്, ഞാൻ എഡിൻബറയിൽ ചെന്നപ്പോഴാണ് അവിടെ ഈ ഗവേഷണം നടക്കുന്നത്. അപ്പോൾ ഞാനതിന് ആദ്യം ഭാഗമാക്കുകയും പിന്നെ അവരെന്നെ ഗവേഷണത്തിന് ക്ഷണിക്കുകയും അങ്ങനെ ഗവേഷണം നടത്താൻ അവസരം കിട്ടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പുസ്തകങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ പുസ്തകത്തിൻ്റെ ഒരു ഒരു പിൻബലത്തിലായിരിക്കണം അവരെന്നെ ഗവേഷണത്തിന് ക്ഷണിക്കുകയും അവരുമായി ചേർന്ന് ചില ഗവേഷണങ്ങളൊക്കെ നടത്തുകയും. ഞാൻ ഒരുപാട് ദീർഘകാലമൊന്നും ഗവേഷണം ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരു ജോലിയിലിരുന്നപ്പോഴാണ്, ട്രെയിനിങ്ങിന് വേണ്ടിയാണ് അവിടെ പോയിരുന്നതെങ്കിലും ചില ഗവേഷണങ്ങളൊക്കെ നടത്താനും ചില പുനർജന്മ അനുഭവങ്ങളെ പഠിക്കാനും ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും ഇതിനിടയ്ക്ക് അവസരമുണ്ടായി. അങ്ങനെയാണ് ഇതിലേക്ക് താല്പര്യം വന്നത്. സർ, കുറ്റകൃത്യങ്ങളിൽ കുടുംബത്തിൻ്റെ പങ്കെന്താണ് സർ? ക്രിമിനോളജിയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയ ഒരാളെന്ന നിലയിൽ സാറിന് എന്താണ് പറ്റി പറയാനുള്ളത്? കുറ്റകൃത്യങ്ങളിൽ കുടുംബത്തിന് പ്രധാനമായ പങ്ക് തന്നെയുണ്ട്. നമ്മുടെ കുറ്റകൃത്യങ്ങളെ പല വിധത്തിൽ തിരിക്കാം. സാമ്പത്തികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ, കൊലപാതകം, വൈകാരികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കൊലപാതകം, രാഷ്ട്രീയമായ, അതിപ്പോൾ ഏറ്റവും കൂടുതൽ അതാണ്, രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കൊലപാതകം. ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം കൊലപാതകം. ഇതിൽ വൈകാരികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കൊലപാതകങ്ങൾ
സ്നേഹം, പ്രേമം, വഴക്ക്, അവിഹിത ബന്ധം, ഇങ്ങനെയൊക്കെ നമ്മൾ വൈകാരികമായിട്ടുള്ള അനേകം ഇത് ശൃംഖലകളിലൂടെ അത് കാരണമാകുന്ന കുറ്റകൃത്യങ്ങളിൽ കുടുംബത്തിനാണ് പ്രധാന റോള്. കാരണം ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. നമ്മൾ സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒരു ഗവേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ തെളിയുന്നത് ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് ഈ കുറ്റത്തിനൊക്കെയുള്ള പ്രധാന രാസത്വരകമായി മാറുന്നതെന്നാണ്. ഉദാഹരണത്തിന് ഭാര്യ പറയുകയാണ്, അവൻ എന്നെ ഉപദ്രവിക്കുന്നു, എനിക്കിനി അവനെ സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഭർത്താവിന് അവനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ വേറെ മാർഗ്ഗമില്ലാതെ വരുന്നു. ഇത് തിരിച്ചും ഉണ്ടാകുന്നുണ്ട്. ഭാര്യയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ വൈകാരികമായ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഉത്തമമായ കുടുംബ ബന്ധങ്ങൾക്ക് കഴിയും. ഭാര്യയും ഭർത്താവും എന്താ പറയുന്നത്, വളരെയേറെ സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കാണാനും മറ്റു വിധത്തിൽ സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലങ്ങളെ അങ്ങനെ സോൾവ് ചെയ്യാനും മനുഷ്യബന്ധങ്ങളെ വൈകാരിക തലത്തിലേക്കും വാശിയിലേക്കും ഉയർത്തിക്കൊണ്ടുപോയി കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാതിരിക്കാനും ശ്രമിക്കാമെങ്കിൽ ഈ വൈകാരികമായ കുറ്റകൃത്യങ്ങൾ ഒരളവ് വരെ നിയന്ത്രിക്കാൻ കഴിയും. രാഷ്ട്രീയമായ കുറ്റകൃത്യങ്ങൾക്കോ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾക്കോ കുടുംബത്തിന് വലിയ പഴിചാരുന്ന വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഒരു വലിയ വിഭാഗം ഞങ്ങളന്ന് നടത്തിയപ്പോൾ ഏതാണ്ട് 30%, ഒരു 10 വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്ന 30% കൊലപാതകങ്ങളിൽ കുടുംബം തന്നെയായിരുന്നു, ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തന്നെയായിരുന്നു പ്രധാന പ്രതി. അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള പ്രധാന കാരണം ഭാര്യയുടെ ഭർത്താവിൻ്റെ പ്രേരണ തന്നെയായിരുന്നു എന്ന് തന്നെ പറയാൻ നമുക്ക്. സാർ, ഒരു കുറ്റവാളി ഉണ്ടാകുന്നതും കുടുംബത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു കുറ്റവാസന ഉള്ള ആളെ മാറ്റിയെടുക്കാൻ ഒരു കുടുംബത്തിന് കഴിയുമെന്ന് പറയും. സാറിന് എത്രത്തോളം സാറിൻ്റെ ഗവേഷണങ്ങൾ അതിന് ഒരു അർത്ഥം കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇത് നല്ല ചോദ്യമാണ്. ഒരു കുറ്റവാളി സൃഷ്ടിക്കപ്പെടുന്നത് 3 ഘടകങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്. ഒന്ന് സാഹചര്യം, ഒന്ന് കുറ്റവാസന, ഒന്ന് കുറ്റം ചെയ്യാനുള്ള മനപ്പൊരുത്തം. ഇത് 3 ഒത്തുവരുമ്പോഴാണ് ഒരു കുറ്റവാളി സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ എനിക്ക് കൊല ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ എനിക്ക് മനപ്പൊരുത്തം ഇല്ലെങ്കിൽ ഞാൻ കൊല ചെയ്യുകയില്ല. സാഹചര്യം ഇല്ലെങ്കിലും ചെയ്യുകയില്ല. ഈ മനഃശാസ്ത്രപരമായ ഈ 3 ഘടകങ്ങളിൽ സാഹചര്യം എന്ന് പറയുന്ന ഘടകം പൂർണ്ണമായും കുടുംബത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഉദാഹരണത്തിന്, ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്ന് ഒരു കുടുംബത്തിലെ ഒരംഗം, ഉദാഹരണത്തിന് ഭാര്യ പറയുന്നു, എനിക്ക് കൂടുതൽ സുഖ സൗകര്യങ്ങൾ വേണം, പറഞ്ഞില്ലെങ്കിൽ പോലും അതിൻ്റെ അസംതൃപ്തി ഭാര്യയിൽ കണ്ടു തുടങ്ങിയാൽ ഭർത്താവ് ചിലപ്പോൾ കുറ്റകൃത്യങ്ങളിലേക്ക്, അതാണ് സാഹചര്യം എന്ന് പറഞ്ഞ എലിമെൻറ്റ്, ഭർത്താവ് ചിലപ്പോൾ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയും എന്ന് വരും. നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താ പറയുന്നത്, കുറ്റകൃത്യങ്ങളിലേക്ക് വഴുതിപ്പോകാൻ സൗകര്യമുണ്ടായിട്ടും പോകാത്ത കുടുംബങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വ്യക്തികളുടെ സാക്രിഫൈസ് തന്നെയായിരിക്കും. ഉദാഹരണത്തിന്, ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്ന ടെൻഡൻസിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, കൈക്കൂലി വാങ്ങാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥന് ഭാര്യ സ്വഭാവക്കാരിയാണെങ്കിൽ, കൂടുതൽ സൗകര്യങ്ങളും പണവും വേണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ അയാൾ കൈക്കൂലിയിലേക്ക് വഴുതി പോകുന്നതിൽ തെറ്റൊന്നും കാണാനില്ല. കാരണം ആ ഡിമാൻഡ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. എനിക്ക് കൂടുതൽ കൈക്കൂലി പഠിക്കണമെന്ന് ഭാര്യ പറയില്ലായിരിക്കും, പക്ഷേ കൂടുതൽ സാമ്പത്തിക സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള അസംതൃപ്തിയും അന്വേഷണവും വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ഒരാൾ വഴുതിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് കുടുംബത്തിന് വലിയൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കുടുംബത്തിന് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാനും നമ്മുടെ സുഖ സൗകര്യങ്ങൾ, ആവശ്യമില്ലാത്ത സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം 2 കുടുംബത്തിൻ്റെ പ്രധാന നെടുന്തൂണുകളായ ഭാര്യയും ഭർത്താവും സ്വയം നിയന്ത്രിച്ച് ജീവിക്കാമെങ്കിൽ ഈ സാഹചര്യം എന്ന് പറയുന്ന എലിമെൻറ്റിൻ്റെ റോള് വളരെയേറെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സാർ, കൊച്ചുമക്കളുടെ ഒരു കളിയുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ബഹളത്തിനിടയിൽ ഇൻ്റർവ്യൂവിൽ മുഴുവനും അവരുടെ ബഹളം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? പലപ്പോഴും സാറ് സന്തോഷിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ഇടയ്ക്ക് ഇവരെന്ത് ബഹളം വെക്കുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അവരുടെ ഒരു പാർട്ടിയും തന്നെ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്താലോ സാർ? എന്തായാലും ഒരുപാട് സന്തോഷമായി സാർ, കുറേ നേരം സംസാരിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. സാറിന് എന്തെങ്കിലും പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുടുംബം തന്നെയാണ് ജീവിതത്തിന് ആധാരം. എല്ലാവരും എന്നും സന്തോഷമായിരിക്കട്ടെ അല്ലേ? എല്ലാവരും സന്തോഷമായ കുടുംബം സൃഷ്ടിക്കാനുള്ള ഉദ്യമത്തിലേക്ക് തിരിയട്ടെ എന്ന് മാത്രമേ ഈ കുടുംബ.com എനിക്ക് പറയാനുള്ളൂ. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. വാൽക്കണ്ണാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തില്ലേ?
എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഞങ്ങളെ അറിയിക്കും. ചെളിയാവത്തില്ല. ഇതിനോട് ചെടി പറ്റില്ല. വീട്ടിലേക്ക് ചെടി പറ്റിയ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചെടിക്കില്ല. പിന്നെ ഇനി ഇത്രയുണ്ട് നമുക്ക് ചെയ്യാം. ഇനി ഇതിന്റെ പുറത്തെല്ലാം കാസ്റ്റ് ചെയ്യേണ്ടതാണോ? അല്ല ഈ നടുക്ക് വരുന്നതായിരിക്കും അങ്ങോട്ട് ഈ പൊക്കം. മറ്റൊരു മാച്ചിങ് ആയിട്ട് അതിന് മാച്ചിങ് ഇത് പ്ലാസ്റ്റിക്. അത് ഒറ്റയ്ക്ക് പ്ലാസ്റ്റിക്. ഈ ഗേറ്റ് അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇതിന്റെ കൂടെ അതിന്റെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണം, ഓർമ്മയില്ല. റണ്ണിങ് കമന്ററി. അതെ അതെ. ഇത് അവിടെ വേസ്റ്റ് ആവും. അതുകൊണ്ട് അത് ഇവിടെ കൊണ്ടുപോയി അവിടെ എന്തായാലും പുതിയ കെട്ടി നമ്മൾ കൊടുത്തു നാളെ കൊണ്ടുപോകും. ഇവിടത്തേക്ക് ചെറിയ കയറ്റി വന്നു കളയണ്ടെന്ന് ചാക്ക ഇവിടെ മറ്റേ ഇരിക്കുന്നതെല്ലാം വെക്കണം അവിടെ. ഇവിടെ അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ വെക്കാതിരിക്കുന്ന ഭംഗിയെന്ന് പറഞ്ഞു. ഇത് പൊങ്ങൂറ്റ ടൈലിടുമ്പോ പൊങ്ങും. അത് ബില്ലിയാണോ? അത് ഞാൻ ആലോചിക്കുന്നു. ആ ലെവലിൽ വേണമെങ്കിൽ നമുക്ക് വിടാൻ പറ്റേ. ഇവിടെ കയ്യിൽ ഇരിക്കാൻ പറ്റും. മേളിൽ നമുക്ക് ഇരിക്കാനുള്ള ട്രെല്ലിസ് ടൈപ്പ് വയ്ക്കാനാണ് പ്ലാന്. ഇത് വേണമെങ്കിൽ ഇവിടെ വരെ ഫില്ല് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടാതിരിക്കാൻ ഇത്രയാക്കാം. വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. പഴയ കരുത്തോണ്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ അതെ ഫില്ല് ചെയ്യും. അപ്പം അങ്ങോട്ട് ഇറങ്ങത്തില്ല. ചിലകൾ തുറന്നിറങ്ങുന്നില്ല. അല്ല, അത് തുറന്നത് ഓപ്പൺ ആയിട്ടിരിക്കുന്നു. ചുമ്മാ കൺജസ്റ്റ് ചെയ്യണ്ട. കൈവരില്ല. കൈവരി ഇടുങ്ങി പോകും. എന്തെങ്കിലും ഇവിടെ കല്ലിൽ വന്നാൽ ഓപ്പണായിട്ട് പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സ്ട്രക്ചർ ഇവിടെ മേളിൽ വെക്കാൻ കഴിയും. മേളിൽ വെക്കാൻ കഴിയും. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ചേരിടാൻ പാടാം. നമ്മൾ ഒരു 3 ആഴ്ച സുഖമായിട്ടിടാൻ കഴിയും. ഇതൂടെ തട്ടിപ്പൊട്ടിച്ച് ഒരു ചേഞ്ച് വരട്ടെ. ഒരു ചേഞ്ച് തന്നെ വേണ്ട.
ഇതാണ് ചാച്ച വീഴുന്ന സ്ഥലം. കൈ മുറിഞ്ഞതും 2 മിനിറ്റ് ബ്ലാക്ക് ഔട്ട് ആയ സ്ഥലമാണ്. കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ ഓടയ്ക്കകത്തായിരുന്നു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. മേശരിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. പിടിക്കുന്നതിന് മുന്നേ താഴെ വീഴുന്നു. ദത്തൻ ഇതാണ് ശോഭ വരച്ചു എന്ന് പറയാം. പക്ഷെ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്ത് മതിൽ മാത്രം അതിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ എടുക്കുന്നത്. ആ മെഷീൻ്റെ പേരെന്താ മോഡൽ ഞാൻ മേടിക്കാൻ പറഞ്ഞു. ഇതിടുന്ന കട്ടർ ചോദിച്ചു കൈവരി വരച്ചില്ല. കൈവരി ഇവിടെ കൈവരി ഇത് കൈവരിയാണ്. നമ്മൾ പറഞ്ഞ കൈവരി ഇവിടെയും കൈവരി വെച്ചു. ഇവിടെ കൈവരി വെച്ചാൽ കൺജസ്റ്റഡ് ആവും. അത് വേണ്ട. അപ്പോൾ ഇത് മാർബിൾ കട്ടർ ഇവിടെ നമ്മൾ കയറ്റി വെച്ചു. അപ്പം അതുകൊണ്ട് ഈ ഷേപ്പ് മാറ്റി 2 V ആക്കി. തടിയും കട്ടിയാവുന്നില്ല, പോളിഷ് ചെയ്യാവുന്നില്ല. ഇതൊന്നും എടുത്ത് കളയാൻ പോകുന്നു. ഇത് 6 ജനലാക്കി ഇത് നമ്മൾ എടുത്ത് കളഞ്ഞു. അവിടെ വലിയ ജനലാക്കി. ഇവിടെ ചെറിയ ജനലായിരുന്നു. ഇതെടുത്ത് കളഞ്ഞ് നമ്മളിവിടെ വലിയ ജനലാക്കി. ഇവിടെ ഒരു ചെറിയ ജനലുണ്ടായിരുന്നു. അതെടുത്ത് കളഞ്ഞിട്ട് ഇത് 2 സ്റ്റേക്ക് ഇത് വെച്ചിരുന്നു. മേളിൽ ഇപ്പൊ പ്ലെയിൻ ആയിട്ടിരിക്കുന്നോണ്ട് എന്തെങ്കിലും അതെന്തായിരുന്നാലും കാസിയായിട്ട് ഒന്ന് ചോദിച്ചിട്ട് ഈ ഒരു തൊപ്പി വേണമെന്ന് ചോദിച്ചാൽ ഈ നടുക്കൊരെണ്ണം വേണം, അല്ല 2 വേണം, അവളുടെ അഭിപ്രായം ചോദിക്കും. ഇവിടുത്തെ ഇതും മറ്റേതും ഇത് 2 മാറി നാളെ തന്നെ ഇടിച്ചു കളയാണ്. ഒരു ജനലാണ് സാധാരണ ജനലാണ്. അതിലൊരു പാടി പറ്റിയ ലീഫാക്കാം. അപ്പോൾ കാണാൻ ഒരു രസമായി. ഒരു പാടി ലീഫാക്കാം. ഇവിടെയും ഇതിൻ്റെ നടുക്കുള്ളൊരു പാടി ലീഫാക്കാം. മാച്ചിങ് ചെയ്യണം. മേളത്തെ അല്ലേ അത് ചെയ്തിട്ടില്ല അല്ലേ നമ്മള്? എല്ലാം ഒരേപോലത്തെ പാറ്റേൺ ആയിരിക്കും. 2 സൈഡും ഗ്ലാസും നമുക്കൊരു ലീവും, 2 സൈഡും ഗ്ലാസും നമുക്കൊരു ലീവും. അപ്പോൾ കാണാൻ ഒരു ഭംഗിയായിരിക്കും. എന്ത് ഇല്ലല്ല അത് എന്നാ കണ്ടത് കാർത്തി? പക്ഷെ നടുക്ക് ഇത് വന്നപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. നടുക്കൊരു ഗേറ്റ് വന്നു എന്നുള്ളതാണ്. ചെറിയ ഗേറ്റ് നമ്മൾ ഇട്ടു. പക്ഷേ ഇവിടെ ആയിരുന്നു വാതിൽ, ഇപ്പുറത്താക്കി. അപ്പോൾ ചെറിയ ഗേറ്റ് ഇട്ടു. അപ്പോൾ അതിങ്ങനെ വീയാക്കി. ഇതുപോലെ തൂണിലൊക്കെ ഈ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഇതുകൊണ്ട് വെച്ച് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് തൂണിലിങ്ങനെ റോക്ക് ഡിസൈൻ ഇതെല്ലാം പ്ലെയിൻ പെയിൻ്റ് ഇരിക്കും. ലൈറ്റ് പോലെ ഞങ്ങൾക്ക് മുഴുവൻ ഡംപിളാണ്. ഇപ്പോഴാണ് പെയിൻറ്റിങ്ങിന് വേണ്ടി അത് മാറ്റി. അപ്പോൾ അത് ഇതെന്തായാലും കളഞ്ഞു കൊടുക്കണം. 2 മതി. ഇത്രയും വലിയ ഡോറുള്ള 4 ഡോറുള്ള ഷെൽഫ് നമ്മൾ പോകുമ്പോഴുള്ള പോലെ വലിയ കിടക്കുന്ന മുറിയിലുള്ള അവിടെ ഒരു ലൈൻ തട്ടുണ്ട്. ഇങ്ങനെ 2 തട്ട് വലിയ ബാഗൊക്കെ വെക്കാൻ, സൂട്ട് കേസൊക്കെ വെക്കാൻ വേണ്ടി. ഇത് തുറന്നുകൊണ്ട് പോകത്തില്ല, ഇവിടെ വരെ വിട്ടു അപ്പം കൊടുത്തിട്ടേ ഈ ലെവലിൽ 2 തട്ട് ഓപ്പൺ തട്ട്. ഈ വലിയ സൂട്ട് കേസൊക്കെ പറയും. ഇതിനകത്ത് ഡ്രസ്സിങ് കണ്ണാടി, ഇങ്ങനെ കണ്ണാടി, കണ്ണാടി ഡ്രസ്സിങ് ഏരിയ
ഈ മുറി നമ്മളൊന്നും ചെയ്തില്ല, പ്രശ്നത്തിൽ അവസാനം ചെയ്യാൻ വേണ്ടി ചെയ്തില്ല. ഇതിനകത്താണ് സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. അതുകൊണ്ട് ഈ വയറിങ് മാത്രമേ ചെയ്തുള്ളൂ. ശരിക്കും ഇപ്പോൾ ചൈന മുഴുവൻ കൊടുത്തിട്ട് ഇരുന്നൂറ്റാണ് ഇതെല്ലാം കേടാവില്ല. വെള്ളത്തിന് പാടായിരുന്നു. അരിയെ വിളിച്ചെടുത്ത് അതിപ്പോ സോൾവ് ഔട്ടായി. കാസ്റ്റിയായിരുന്നു. 15 ബാഗ് സിമെന്റ് ഇതിന് മാത്രം നമ്മൾ ഉപയോഗിച്ചു. പിന്നെ ഈ വാട്ടർ പ്രൂഫിങ് കോമ്പൗണ്ട് അതുമായി കാസ്റ്റിയായി 300 രൂപ വിലയിട്ടാണ്. ഇപ്പം വെള്ളം വരുന്നില്ല, നല്ല മഴ പെയ്തല്ലേ. ഒരാഴ്ച നിറച്ചിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് ഒരാഴ്ച വെള്ളം നിറച്ചിട്ടുണ്ട് അറിയാൻ വേണ്ടി. കുഴപ്പമില്ല. ഒരു 12 ദിവസം നിറച്ചിട്ടുണ്ട്. ദ്വാരമൊക്കെ അടച്ചിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട് അറിയാൻ വേണ്ടി. ആളുകളുടെ വലുതായില്ല. ടൈൽസ് വന്നാൽ അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. ഇവിടെ അതുപോലെ കൊണ്ടുവന്നോ? അത്രയ്ക്ക് കിടക്കാൻ പോയി. എന്നിട്ട് ഇവിടെ പിടിച്ചു കഴിഞ്ഞാല്